ഒരു 3-4 ആഴ്ച മുമ്പ് ഞാൻ യൂട്യൂബിൽ എന്തോ ഒരു കാര്യം സെർച്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ സെർച്ച് ചെയ്ത കാര്യം എന്താണെന്ന് മറന്നുപോയി. പക്ഷേ സെർച്ച് റിസൾട്ട് വന്നതിനകത്ത് ഞാനൊരു ചാനലിൻ്റെ തമ്പനയിൽ വന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു തമ്പനയിലായിരുന്നു. അത് ഓപ്പൺ ആക്കി കാണാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ആ ഒരു ചാനലിലും അല്ലെങ്കിൽ അതിനകത്തുള്ള വീഡിയോസിലും കംപ്ലീറ്റ്ലി ഹുക്കായി എന്നുള്ളതാണ്. ആ ചാനലിൻ്റെ പേരാണ് ദി ഔട്ട്ഡോർ ബോയ്സ്. വേറെ ലെവൽ ചാനലാണ്, അല്ലെങ്കിൽ വേറെ ലെവൽ കണ്ടന്റുകളാണ് പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്നലെ പുള്ളിക്കാരൻ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചു. അപ്പോൾ അങ്ങനെ ഇൻ്റർനാഷണലി വരെ അത് വാർത്തയായി. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ മീഡിയ വരെ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു. അപ്പോൾ അങ്ങനെ ഞാൻ എന്തെങ്കിലും ഇയാളെക്കുറിച്ചൊരു വീഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ലൈവിൽ എപ്പോഴെങ്കിലും മെൻഷൻ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇന്നലെ മൂപ്പര് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഔട്ട്ഡോർ ബോയ്സിനെ കുറിച്ച് പറയാം. വളരെ വോൾസം, അതും അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക, നമ്മൾ കണ്ടിരുന്നു പോകും അതുപോലത്തെ കണ്ടന്റുകളാണ്. അതുപോലെ തന്നെ അത്രയും എഫേർട്ട് എടുത്ത് പുള്ളി ചെയ്യുന്ന കണ്ടന്റുകളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രക്കിങ്, അതുപോലെ തന്നെ ക്യാമ്പിങ്, പിന്നെ ഹണ്ടിങ്, പിന്നെ ഒത്തിരി പരിപാടികൾ ചെയ്യുന്നുണ്ട്. ഫിഷിങ്, പിന്നെ കുട്ടികളായിട്ടുള്ള വീഡിയോസ്. അപ്പോൾ അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ പുള്ളിയുടെ ചാനലിൽ കമൻറ്റുകൾ യൂട്യൂബ് ഡിസേബിൾ ചെയ്തേക്കാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ, അദ്ദേഹത്തിൻ്റെ കുട്ടികൾ കുറച്ച് ചില വീഡിയോസിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബ് പെർമനൻ്റ്ലി പുള്ളിക്കാരൻ്റെ കമൻറ്റുകളൊക്കെ ഡിസേബിൾ ആക്കി എന്നുള്ളതാണ്. അപ്പോൾ ഇയാളുടെ പേര് ലൂക്ക് എന്നാണ്. അപ്പോൾ അങ്ങനെ പുള്ളി തന്നെ ഇപ്പോൾ ഈ റിട്ടയർമെൻറ്റ് വീഡിയോയിൽ പറയുന്നുണ്ട് 11 വർഷമായിട്ട് യൂട്യൂബ് ചെയ്യുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 18 മാസമായിട്ട് 12 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് പുള്ളിക്ക് കൂടിയത്. അപ്പോൾ അതങ്ങനെ അത്രയും ഫെയിമൊന്നും പുള്ളി പ്രതീക്ഷിച്ചില്ല. അല്ലെങ്കിൽ ആ ഫെയിമും അതല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം വരുന്ന ബാഗേജുകളൊന്നും പുള്ളിക്കും പുള്ളിയുടെ ഫാമിലിക്കും താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പുള്ളി റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുന്നതെന്നും പറഞ്ഞിട്ടാണ് ഇന്നലെ വീഡിയോ ഇട്ടത്. അപ്പോൾ അതങ്ങനെ വലിയൊരു വാർത്തയായി. യൂട്യൂബിലെ വൺ ഓഫ് ദി OG ക്രിയേറ്റേഴ്സിൽ ഒരാളാണ് റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സംഭവം, ഇയാളുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളൊരു ബാഡ് ഫേസിലൂടെയാണ് കിടന്നത്, അല്ലെങ്കിൽ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ദിവസമൊക്കെ ആണെങ്കിൽ പുള്ളിയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് എനർജി കിട്ടും. പേഴ്സണലി എന്നെ സംബന്ധിച്ച് എനിക്കത് കിട്ടിയെന്നുള്ളതാണ്. കുറച്ച് ചില ദിവസങ്ങളിലൊക്കെ ഭയങ്കര ബാഡ് ഡേയ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇങ്ങേരുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എവിടെ നിന്നോ എന്തോ ഒരു എനർജിയും ഒരു പോസിറ്റീവ് ഇതും കിട്ടും. മാത്രമല്ല പുള്ളിയുടെ സോളോ ട്രിപ്പുകളുണ്ട്. എന്നുവെച്ചാൽ എക്സ്ട്രീം ഡേഞ്ചറസ് ആയിട്ടുള്ള ലൊക്കേഷനിലൊക്കെ പോയി പുള്ളി കുറേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ ശരിക്കും നമ്മൾ അയാളുടെ ഒപ്പം യാത്ര ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. അയാൾ ടെൻറ്റിലിരിക്കുന്ന സമയത്ത് നമ്മൾ ടെൻറ്റിലിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ആ ഒരു തണുപ്പ്, ഒരു ഭയങ്കര -60 ഡിഗ്രി ടെമ്പറേച്ചറിലൊക്കെ പുള്ളിക്കാരൻ്റെ ചില വീഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ശരിക്കും ആ ഒരു അറ്റ്മോസ്ഫിയർ ശരിക്കും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അയാൾ പോകുന്ന ആ ഒരു വഴിയും ഇതെല്ലാം നമുക്ക് ആ ഒരു ചെറിയൊരു വീഡിയോയിലൂടെ നമ്മളിലേക്ക് അത് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അത് എന്താണെന്നറിയില്ല, എന്തോ ഒരു മാജിക്കൽ ടച്ച് അയാളുടെ വീഡിയോസിനുണ്ട്. മാത്രമല്ല പുള്ളി ഇതിനകത്തേക്ക് ഇടുന്ന എഫേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പലപ്പോഴും പറയുന്ന പോലെ സോളോ ട്രിപ്പൊക്കെ പോകുമ്പോൾ പല ആംഗിളിൽ വെച്ചിട്ടൊക്കെ ഷോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഈ ഷോട്ടൊക്കെ എടുക്കണമെങ്കിൽ ആദ്യം ക്യാമറ അവിടെ വയ്ക്കണം, പിന്നെ വണ്ടിയും കൊണ്ട് പോകണം, വീണ്ടും മന്നം. അപ്പോൾ അങ്ങനെ കുറേ എഫേർട്ടുകളും കാര്യങ്ങളും ഇടുന്നുണ്ട്. മാത്രമല്ല പുള്ളിക്കാരൻ ഒത്തിരി മരം വെട്ടുകയും അതുപോലെ തന്നെ മരം കൊണ്ട് പുള്ളി ക്യാമ്പ് ഉണ്ടാക്കുന്നതും ഫയർ ഉണ്ടാക്കുന്നത്, ഇതൊക്കെ നല്ല ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചിരുന്നു ഇയാൾ എപ്പോഴെങ്കിലും ഇതിന് സ്റ്റോപ്പ് ഇടും. കാരണം ഇയാൾ ചെയ്യുന്ന പല കണ്ടന്റിനും ഭയങ്കര ഡേഞ്ചർ ഇൻവോൾവ് ആണ്. മാത്രമല്ല ഈ പറയുന്ന പോലെ മരം വെട്ടി അത് തൂക്കിക്കൊണ്ടുപോയി തീ ഉണ്ടാക്കി ഇതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര പണിയല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ ഒരു നേടാന്ന് തോന്നുള്ളൂ. പക്ഷേ ഇയാളാണ് പീക്ക് മസ്കുലാനിറ്റി. അത് ഇയാളുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതൊക്കെ മേലെ വേറെ ഒന്നുമില്ല. അതുപോലെയാണ് പുള്ളിയുടെ ചില കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ. അത് മാത്രമല്ല പുള്ളിക്കാരൻ്റെ ചില നയങ്ങളൊക്കെ ഉണ്ട്. പുള്ളിക്കാരൻ ഈ പറയുന്ന പോലെ എൻഡോഴ്സ്മെൻ്റ് ഒന്നും എടുക്കില്ല. നമുക്കറിയാം, നമ്മൾ കാണുന്ന ഒട്ടുമിക്ക സോഷ്യൽ മീഡിയ കണ്ടന്റിലും എന്തെങ്കിലും തരത്തിലുള്ള പ്രൊമോഷൻസ് ഉണ്ടാവും. പക്ഷേ ഇയാളുടെ വീഡിയോസിലേക്ക് വന്നു കഴിയുമ്പോൾ മില്യൺ കണക്കിന് വ്യൂസ് ഇയാൾക്കുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർ പ്രൊമോഷന് വേണ്ടി അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇയാളെ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ വളരെ ഒറിജിനലും വോൾസം ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്ററാണ് ലൂക്ക് ഫ്രം ദി ഔട്ട്ഡോർ ബോയ്സ്. അപ്പോൾ ഒത്തിരി യൂട്യൂബേഴ്സ്, നല്ല യൂട്യൂബേഴ്സൊക്കെ ഈ അടുത്തായിട്ട് റിട്ടയർ ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അതുപോലെ തന്നെ വൺ ഓഫ് ദി ഫേവറേറ്റ് യൂട്യൂബേഴ്സിൽ ഒരാളായിരുന്നു ടോം സ്കോട്ട്. പുള്ളിക്കാരനും കഴിഞ്ഞ കൊല്ലം റിട്ടയർ ആയി. അപ്പോൾ അങ്ങനെ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ? അതുപോലെ നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തെങ്കിലും അണ്ടർ റേറ്റഡ് യൂട്യൂബ് ചാനലുകൾ ഉണ്ടെങ്കിൽ, അധികമായിട്ട് ശ്രദ്ധിക്കാത്ത ചാനലുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും മെൻഷൻ ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.